നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിനായക് ദാമോദർ സവർക്കറിന്റെ പേരിൽ വീണ്ടും വിവാദം കൊഴുക്കുകയാണ്. അതോ കൊഴുപ്പിക്കുകയാണോ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. മഹാത്മാഗാന്ധിയുമായി ചേർത്ത് വെച്ചുള്ള പ്രസ്താവനയിൽ വാദപ്രതിവാദം ഇപ്പോൾ പുകയുകയാണ്. बार बार यह बात कही गई कि उन्होंने अंग्रेजी सरकार के सामने अनेकों मर्सी पिटीशन फाइल की, लेकिन सच्चाई है कि मर्सी पिटीशन उन्होंने अपने को रिहा किए जाने के लिए नहीं फाइल की थी. सामान्यतया जो एक कैदी को पूरा अधिकार होता है कि मर्सी पिटीशन फाइल करना चाहे तो वह कर सकता है. महात्मा गांधी ने उन्हें कहा था कि आप मर्सी पिटीशन फाइल करो. महात्मा गांधी के कहने पर उन्होंने मर्सी पिटीशन फाइल की थी और महात्मा गांधी ने अपनी तरफ से यह अपील की थी. उन्होंने कहा था यदि सावरकर जी को रिहा किया जाना चाहिए, जैसे हम शांतिपूर्ण तरीके से आजादी हासिल करने के लिए आंदोलन चला रहे हैं, वैसे ही सावरकर जी भी आंदोलन चलाएंगे. यह बात महात्मा गांधी जी ने कही थी. लेकिन उनको बदनाम करने के लिए इस प्रकार की कोशिश की जाती है कि मर्सी पिटीशन फाइल की थी, उन्होंने क्षमा याचना मांगी थी, अपनी रिहाई की बात कही थी. यह सब सारी बातें बेबुनियाद और गलत हैं. രാജ്നാഥ് സിംഗിന്റെ ഈ പരാമർശമാണ് തുടക്കം. ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിക്കാൻ ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധി സവർക്കർക്ക് കത്തെഴുതിയോ ഇല്ലയോ എന്നതായി പിന്നീടുള്ള തർക്കം. 1920 ജനുവരി 25 ലാഹോറിൽ നിന്ന് മഹാത്മജി എഴുതിയ കത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയാണ് ഈ വാദത്തെ പിന്തുണയ്ക്കുന്നത്. സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്നത് ഈ കത്ത് തെളിയിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് കളവുമല്ല. This is the elephant in the room most often when it comes to Savarkar, that he grovelled for mercy in front of the British and so on. But I think what most people forget is during those decades, 1910 to 1925, there were several political prisoners who actually filed, and these were not mercy petitions, they were petitions, yachikas as they were called. And at the time of the First World War and also the royal proclamation of Emperor George V, not only in India but across the world, in several of her colonies, Britain was releasing many of the political prisoners as part of the goodwill. So many others, like Sachindranath Sanyal, Barin Ghosh, the brother of Aurobindo Ghosh, all of these people, even Tilak, when he was incarcerated, he also wrote a petition. Gandhiji wrote a petition on behalf of Savarkar in 1920, urging the government to release the two brothers. 10 വർഷത്തിലേറെയായി സവർക്കർ ആൻഡമാനിൽ സഹിക്കുന്ന പീഡനം യങ് ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയുടെ ലേഖനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇവർ രാഷ്ട്രീയ തടവുകാരാണ്, മോചനം അർഹിക്കുന്നുവെന്ന് കാണിച്ച് ഗാന്ധിജി നിരവധി കത്തുകളും എഴുതിയിട്ടുണ്ട്. ആ കത്തുകളെല്ലാം ഗാന്ധി ആശ്രമം പ്രസിദ്ധീകരിച്ച കളക്റ്റഡ് വർക്ക്സ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകത്തിൽ ലഭ്യമാണ്. എന്നാൽ ഈ കത്തുകളും ലേഖനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഒന്ന് വ്യക്തമാകും. സവർക്കർ അറസ്റ്റിന് ശേഷം വിപ്ലവകാരിയല്ലാതായി മാറിയെന്നും ബ്രിട്ടീഷുകാരുടെ ചിന്താസരണികൾക്കൊപ്പം സഞ്ചരിച്ചു തുടങ്ങിയെന്നും മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. സവർക്കറെ ഗുരുവിനെ പോലെ കാണുന്നവർക്ക് ഇത് അംഗീകരിക്കാനാകില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി സവർക്കർ പോരാടിയെന്നതടക്കം ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച് പ്രതിച്ഛായ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാം. सावरकर की एक मर्सी पिटीशन ने बार बार मर्सी पिटीशन ब्रिटिश के सामने, हुकूमत के सामने बोले कि हम आपके पुत्र हैं. ये गांधी जी का भाषा है. കത്തെഴുതിയെന്ന് പറയുന്ന കാലഘട്ടത്തിൽ മഹാത്മജി ഇന്ത്യയിലില്ലായിരുന്നു എന്നതടക്കമുള്ള മറുവാദങ്ങളും ഇതിനിടയിൽ ഉയർന്നു വന്നു. പതിയെ സവർക്കർക്കെതിരായ ആരോപണങ്ങൾ ഉയർത്തി മഹത്വവൽക്കരിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ സവർക്കർക്കും പങ്കുണ്ടെന്ന പഴയ ആരോപണം തന്നെയാണ് അതിന് ആയുധമാക്കിയതും. ആഭ്യന്തരമന്ത്രിയായിരിക്കെ സർദാർ പട്ടേൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനയച്ച കത്തുകളുടെ പകർപ്പുകളും ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. സർദാർ പട്ടേലിനെ തള്ളിപ്പറയാൻ BJPക്കാകില്ല എന്നത് മനസ്സിൽ വെച്ച് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾ. വിവാദങ്ങൾ അവിടെ കെട്ടടങ്ങിയില്ല. സവർക്കറുടെ കൊച്ചുമകന്റെ പ്രതികരണം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തെ പിന്നോട്ടടിക്കാൻ പോന്നതായിരുന്നു. See, country like India cannot have one father of nation. There are thousands names which must have forgotten who had contributed to the creation of the nation. The nation is having the history of more than 5,000 years. So no one person can be a father of nation, and I don't think that Gandhi is a father of nation. The nation is not only 40-50 years old, a 5,000 years old nation. So
There is no point in asking for Savarkar to be, because I don't accept the concept of father of nation. ഈ വിവാദം അത്ര വേഗം അവസാനിക്കുന്ന ഒന്നല്ല. ഇത്ര നാളും സവർക്കറുടെ ശബ്ദം അടച്ചുവെച്ചിരുന്നവർക്ക് അത് തുടരാൻ ഇത്തിരി പ്രയാസമേറും. സാമ്പത്തിക രംഗത്തിന് പിന്നാലെ ഊർജ്ജ മേഖലയിലും ചൈന പ്രതിസന്ധി നേരിടുകയാണ്. എവർഗ്രാൻഡയുടെ കടക്കണി ചൈനയെയും അതിലൂടെ ലോകത്തെ സാമ്പത്തിക രംഗത്തെയും ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിലെ തിരിച്ചടി. ചൈനയിലെ പ്രതിസന്ധിയാണോ ഇന്ത്യയിലും പ്രതിഫലിക്കുന്നത്, അതോ കാരണങ്ങൾ തീർത്തും തദ്ദേശീയമാണോ? കോവിഡിന് പിന്നാലെ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധികൾക്ക് കൂടി ചൈന തുടക്കമിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. രോഗവ്യാപനത്തെ തുടർന്ന് ദീർഘനാൾ അടച്ചിട്ട രാജ്യങ്ങൾ നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടവെയാണ് പുതിയ ആശങ്ക. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമനായ എവർഗ്രാൻഡെ കടത്തിൽ മുങ്ങിയതാണ് ആശങ്കകൾക്ക് തുടക്കമിട്ടത്. സെപ്റ്റംബറിലാണ് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 2 ആഴ്ചയോളം വിപണിയെ ആടിയുലച്ചതല്ലാതെ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ എവർഗ്രാൻഡെ ചൈനയിലും ലോകത്തെ സാമ്പത്തിക രംഗത്തും ഉണ്ടാക്കിയില്ല. ഇന്ത്യയിലെ പ്രധാന വൈദ്യുതി സ്രോതസ്സാണ് താപവൈദ്യുതി. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 54% താപവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൽക്കരിയാണ് ഇതിന്റെ അവിഭാജ്യ ഘടകം. എന്നാൽ ഇന്ത്യ കൊടിയ കൽക്കരി ക്ഷാമമാണ് ഇപ്പോൾ നേരിടുന്നത്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞു. പല ഭാഗങ്ങളും ഇരുട്ടിലായി. ബീഹാറിൽ കഴിഞ്ഞ ദിവസം മിക്ക ജില്ലകളിലും 10 മണിക്കൂറിലേറെയാണ് വൈദ്യുതി മുടങ്ങിയത്. സെൻട്രൽ ഇലക്ട്രിക്കൽ അതോറിറ്റിയുടെ പുതിയ കണക്കനുസരിച്ച് രാജ്യത്തെ 46 താപവൈദ്യുത നിലയങ്ങളിൽ കൽക്കരി തീർന്നു. 17 ഇടങ്ങളിൽ ഏതാനും ദിവസത്തെ സ്റ്റോക്ക് മാത്രമാണുള്ളത്. ആകെയുള്ള 135 നിലയങ്ങളിൽ 116 എണ്ണത്തിലും കൽക്കരിക്ഷാമം രൂക്ഷമാണെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അപ്പോഴും കേന്ദ്ര സർക്കാരും മന്ത്രിമാരും കോൾ ഇന്ത്യ ലിമിറ്റഡും പറയുന്നത് മറിച്ചാണ്. ഇന്ത്യയിൽ കൽക്കരി പ്രതിസന്ധിയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കൽക്കരി ലഭ്യമാക്കുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണ് ഇവർ നൽകുന്നത്. Absolutely no substance in the fact. There's no crisis whatsoever. You see the electricity there? Have you seen electricity going off anywhere in Delhi? വൈദ്യുതി ക്ഷാമം ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ഒരിക്കൽ പോലും വൈദ്യുതി വാങ്ങാത്ത കേരളത്തിൽ നിന്നടക്കം കേന്ദ്ര പൂളിലേക്ക് വൈദ്യുതി നൽകാൻ നിർദ്ദേശം നൽകിയത്? ഉയർന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ 10% വരെ ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചത് എന്തിനാണ്? തമിഴ്നാട് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ കൽക്കരി ഉൽപ്പാദനം പ്രതിവർഷം 2 കോടി ടണ്ണായി ഉയർത്തുന്നത് എന്തിനാണ്? ക്ഷാമം പരിഹരിക്കാൻ രാജ്യത്തെ കൽക്കരി ഉൽപ്പാദന മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. ഭാരത് കുക്കിംഗ് കോൾ ലിമിറ്റഡ്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഝാർഖണ്ഡിലെ സെൻട്രൽ കോൾ ലിമിറ്റഡ്, ഈസ്റ്റേൺ കോൾ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് ഉൽപ്പാദനം കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഈ നടപടികളെല്ലാം അപ്പോൾ വെറുതെയാണോ? शॉर्टेज बीच में थोड़ा शॉर्टेज तो हो गया था क्योंकि बहुत ज़्यादा बारिश हुआ था. बारिश के कारण और इंटरनेशनल प्राइस अचानक ज़बरदस्त बढ़ गए. अभी जो रिक्वायरमेंट है, रिक्वायरमेंट के हिसाब से हम जब सप्लाई करते जाते हैं, मुझे पूरा विश्वास है कि अभी स्टॉक बढ़ेगा. ऐसे कोई पैनिक ऐसे स्थिति बिल्कुल नहीं है, इतना मैं कहना चाहता हूँ. ഗുലാബ് ചുഴലിക്കാറ്റും അതിനുശേഷം തുടരെ പെയ്ത മഴയും കൽക്കരി ഉൽപ്പാദനത്തിൽ വൻ കുറവുണ്ടാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി മേഖലയായ ഝാർഖണ്ഡിലെ ധൻബാദിൽ 3 ദിവസത്തിനകം 290 മില്ലിമീറ്റർ മഴ പെയ്തത് കൽക്കരി ഉൽപ്പാദനത്തെയും വൈദ്യുതി കമ്പനികൾക്കുള്ള കൽക്കരി വിതരണത്തെയും പ്രതികൂലമായി ബാധിച്ചു. ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴയിൽ ഭൂഗർഭ ഖനികളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു. കൽക്കരിയുടെ ആവശ്യത്തിലുണ്ടായ ക്രമാതീതമായ വർധന, കോവിഡിന്റെ 2ാം തരംഗത്തിന് ശേഷം സാമ്പത്തിക രംഗത്തുണ്ടായ പുനരുദ്ധാരണം മൂലം വർദ്ധിച്ച ഊർജാവശ്യം, ഇറക്കുമതി കൽക്കരിയുടെ വിലവർധന എന്നിവയും കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ച് മാർച്ചിലെ പാർലമെന്റ് സമ്മേളനത്തിനിടെ പ്രഹ്ലാദ് ജോഷിയുടെ മറുപടി കൂടി ചേർത്ത് വെച്ചാണ് കേന്ദ്രത്തിനെതിരെ അമ്പു തൊടുക്കുന്നത്. ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. സൈനികർക്കും സാധാരണക്കാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ താഴ്വരയിൽ വർദ്ധിച്ചു.
കഴിഞ്ഞ ദിവസം 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. തീവ്രവാദികൾക്കെതിരായ പോരാട്ടം ശക്തമാക്കുമ്പോഴും കശ്മീരിൽ പല ഭാഗങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും തലപൊക്കുകയാണ്. സൈനികരാണ് സൂരൻഘോട്ടിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചകളിൽ സാധാരണ ജനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം തീവ്രവാദികളും സൈനികരും ഏറ്റുമുട്ടിയത്. ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്കായി തെരച്ചിൽ നടത്തവേ സൈന്യത്തിന് നേരെ തീവ്രവാദികൾ വെടിവെക്കുകയായിരുന്നു. ജൂലൈ മുതലുള്ള കണക്കെടുത്താൽ ഏകദേശം 10ലേറെ സൈനികരാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത്. രണ്ടാം കോവിഡ് തരംഗത്തിന് ശേഷം കശ്മീരിൽ തീവ്രവാദി ആക്രമണം ശക്തമായിരുന്നു. ഓരോ ദിവസവും ഷോപ്പിയാൻ, അനന്ത്നാഗ്, രജൌരി, പൂഞ്ച്, ത്രാൽ, ബന്ദിപ്പോര പോലുള്ള മേഖലകളിൽ സൈനികർ അല്ലെങ്കിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പതിവാണ്. നിരവധി തീവ്രവാദികൾ ഇതിൽ കൊല്ലപ്പെടുമ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. There's a ultimate sacrifice that has been given by the brave soldiers. This is part of a different core zone where the operation is happening. I like to comment upon my own area. The operations here, which have been ongoing for last few days, is a standard process of operations based on intelligence. സൂരൻകോട്ടിലെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ജയ്ഷെ കമാൻഡർ ഷാം സോഫി അടക്കം സൈന്യം വധിച്ചിരുന്നു. എന്നാൽ പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികരെ കൂടി ഇന്ത്യക്ക് നഷ്ടമാവുകയായിരുന്നു. ഒരേ സമയം പുൽവാമയിലും ശ്രീനഗറിലും അടക്കം ആക്രമണം നടത്താൻ പാകത്തിന് ഭീകരർ ജമ്മു കശ്മീരിന്റെ തന്ത്രപ്രധാന മേഖലകളിലടക്കം എത്തിപ്പെട്ടു എന്നതാണ് ഗൗരവമേറിയ വിഷയം. അതിർത്തികളിലടക്കം സുരക്ഷ കർശനമായി തുടരുമ്പോഴും ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം നൽകാൻ സർക്കാരിനും സൈന്യത്തിനുമായിട്ടില്ല. हमारी सीमाओं को लांघकर आक्रांता यहाँ आते थे, अलग अलग प्रकार की घटनाएं करते थे, उग्रवाद फैलाते थे और दिल्ली के दरबार से एक निवेदन के अलावा कुछ नहीं। मगर जब पूंछ में हमला हुआ और हमारे जवान मारे गए, कश्मीर की सीमा पर हमला हुआ और हमारे जवान मारे जिंदा जला दिया और पहली बार सर्जिकल स्ट्राइक कर भारत ने दुनिया को बता दिया कि भारत की सीमाओं को छेड़खानी करना इतना सरल नहीं। मोदी जी और पर्रिकर जी के नेतृत्व में पहली बार भारत ने अपनी सीमाओं की सुरक्षा, अपनी सीमाओं का सम्मान, अपने सार्वभौमत्व का गौरव प्रस्तावित करने का काम किया और मैं मानता हूं एक युगांतकारी शुरुआत की है उन्होंने। एक युग था जब बातों से बात होती थी और दूसरा युग आया कि जैसा सामने से सवाल आएगा ऐसा ही जवाब दिया जाएगा. മിന്നലാക്രമണം നടത്തിയെന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അനുശോചനം അറിയിച്ചതല്ലാതെ വിഷയത്തിൽ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രതിരോധ കമ്പനികളുടെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോഴും പ്രധാനമന്ത്രി മൗനം പാലിച്ചു. എന്നാൽ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പറയാൻ അദ്ദേഹം മറന്നുമില്ല, മടിച്ചുമില്ല. देश एक नए भविष्य के निर्माण के लिए नए संकल्प ले रहा है और जो काम दशकों से अटके थे उन्हें पूरा भी कर रहा है। 41 ऑर्डिनेंस फैक्ट्रीज को नए स्वरूप में किए जाने का निर्णय, 7 नई कंपनियों की ये शुरुआत देश की इसी संकल्प यात्रा का हिस्सा है। ये निर्णय पिछले 15-20 साल से लटका हुआ था। मुझे पूरा भरोसा है कि ये सभी 7 कंपनियां आने वाले समय में भारत की सैन्य ताकत का एक बहुत बड़ा आधार बनेगी.
തുടരെയുണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കശ്മീരിന്റെ താഴ്വരയെ വീണ്ടും അശാന്തമാക്കുകയാണ്. കശ്മീർ വിട്ടുപോയ പണ്ഡിറ്റുകൾ മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ വർദ്ധിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും ജനജീവിതത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അരക്ഷിതബോധത്തിന്റെ നിഴലിൽ തങ്ങാൻ ജനങ്ങൾ മടിക്കുമെന്നതിൽ സംശയവും വേണ്ട. അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം തുടരുകയാണ്. ഉത്തരാഖണ്ഡിന് പിന്നാലെ അരുണാചലിലും കടന്നുകയറ്റം നടത്തി. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ അതിർത്തി സന്ദർശനത്തെ ചൈന എതിർക്കുകയും ചെയ്തു. ചൈനയുടെ നിലപാടുകളെ ഇന്ത്യ തള്ളുമ്പോഴും അതിർത്തിയിലെ കടന്നുകയറ്റവും പ്രകോപനവും തുടർക്കഥയാവുകയാണ്. ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിക്കവെയുള്ള ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സെപ്റ്റംബറിലാണ് ഉത്തരാഖണ്ഡിലെ ബാരാഹോട്ടിയിൽ 100ഓളം വരുന്ന ചൈനീസ് സൈനികർ കടന്നുകയറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഓഗസ്റ്റ് 20-ന് PLA അതിർത്തി കടന്നെത്തിയെന്നായിരുന്നു വാർത്തകൾ. റിപ്പോർട്ടുകൾ വന്നയുടൻ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ ബംല യാങ്സെ അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ. 200ഓളം ചൈനീസ് സൈനികരാണ് അതിർത്തി ലംഘിച്ച് കടന്നത്. ഇന്ത്യ ചൈന നിയന്ത്രണ രേഖ വ്യക്തമായി തീരുമാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം സംഘർഷങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ഇന്ത്യ ആദ്യം കൈക്കൊണ്ട നിലപാട്. പുതിയ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ 13ാം വട്ട സൈനികതല ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ചർച്ച പരാജയമായിരുന്നു. ഇതോടെ ചൈനയെ കുറ്റപ്പെടുത്തി ഇന്ത്യ പ്രസ്താവന ഇറക്കി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും ചൈന അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ചർച്ച പരാജയപ്പെടാൻ ചൈനയാണ് കാരണമെന്നും ഇന്ത്യ ആരോപിച്ചു. ഇന്ത്യയുടെ中印边界问题上的立场是一贯的、明确的。中国政府从不承认印度单方面非法设立的所谓阿鲁纳恰尔邦。ചൈനയുടെ ഈ നിലപാടിനെ ഇന്ത്യ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ the signing of the memorandum of understanding between Bhutan and China today. You are aware that Bhutan and China have been holding boundary negotiations since 1984. India has similarly been holding boundary negotiations with China. ഒരു വശത്ത് ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ വീണ്ടും സജീവമാകവെയാണ് ചൈനയുടെ പ്രകോപനങ്ങൾ. ഇത് ഇന്ത്യൻ സൈന്യത്തെയും സർക്കാരിനെയും ചെറുതായൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത്. അഫ്ഗാനുമായുള്ള അതിർത്തിയിലും സുരക്ഷ ശക്തമാക്കേണ്ട അവസ്ഥയാണ്. ചുരുക്കത്തിൽ അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തികളിലത്രയും ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കേണ്ട അവസ്ഥയാണ്. ഒരു യുദ്ധം താങ്ങാനുള്ള സാമ്പത്തിക ശക്തി ഇന്ത്യക്കില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാകും കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അയൽ സംസ്ഥാനങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ അകൽച്ച ഇന്ത്യയെ ഭാവിയിൽ അലട്ടുമെന്നതും ഉറപ്പാണ്. ഈ ബലഹീനതകളൊക്കെയാണ് പ്രതിപക്ഷവും ഉയർത്തിക്കാട്ടുന്നത്. जो हृदय विदारक वीडियो कल हम सब ने देखा, उस वीडियो पर जो चीन ने रिलीज किया है गलवान वैली का हमारे वीर सैनिकों का, उस वीडियो पर सरकार की चुप्पी पर हम सवाल उठाना चाहते हैं. उस वीडियो की सत्यता पर सरकार को आगे आकर जवाब देना चाहिए. अगर वो वीडियो सत्य है तो ये बहुत ज़्यादा हृदय विदारक तो है ही, बहुत गंभीर मुद्दा इसलिए है कि यह फिर वॉर क्राइम की श्रेणी में आएगा. चीन की हिम्मत कैसे हुई तो इस तरह से वॉर क्राइम की गतिविधियों में वो संलिप्त हुआ. और अगर ये वॉर क्राइम की श्रेणी में सरकार इसको मानती है तो सरकार इस दिशा में क्या कदम उठाएगी? क्या अंतर्राष्ट्रीय समुदाय को इसमें शामिल करना चाहिए? പ്രതിരോധ മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത വളർച്ച ഇന്ത്യ കൈവരിച്ചുവെന്നും ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നും അവകാശപ്പെടുമ്പോഴും അതിർത്തികളിലെ തർക്കങ്ങൾ മുൻകാലങ്ങളെക്കാൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനുമായുള്ള അകൽച്ച, ചൈനയുമായി. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.